നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വെബ് ഡിസൈനർ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സിഇഒമാരിൽ ഒരാൾ, രാജ്യത്തിന് അഭിമാനമായി മാറിയ കോഴിക്കോട് സ്വദേശിനി 27-കാരി ശ്രീലക്ഷ്മി സുരേഷ്. കേരളത്തിനും അഭിമാനമായ പെൺകുട്ടി. 3-ാം വയസ്സ് മുതൽ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. 6-ാം വയസ്സിൽ സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ചു. 11-ാം വയസ്സിൽ ഒരു കമ്പനിയും തുടങ്ങി. ഇന്ന് 50 കോടിയിലേറെ ആസ്തിയുള്ള IT കമ്പനിയുടെ CEO ആണ് ഈ പെൺകുട്ടി. വെബ് ഡിസൈനിങ്ങിലെ വൈദഗ്ധ്യം ഇന്ത്യക്കകത്തും പുറത്തും ശ്രീലക്ഷ്മിയെ ശ്രദ്ധാകേന്ദ്രമാക്കി. 2008 വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നാഷണൽ ചൈൽഡ് അവാർഡ് ഫോർ എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് സോണിയാഗാന്ധിയിൽ നിന്നും ഏറ്റുവാങ്ങി. US ഗോൾഡൻ വെബ് അവാർഡും കാനഡയുടെ 60+ എഡ്യൂക്കേഷൻ അവാർഡും ശ്രീലക്ഷ്മിയെ തേടിയെത്തി. തൊഴിൽ തേടുന്നവരെ അല്ല, തൊഴിൽ സൃഷ്ടിക്കുന്നവരെയാണ് രാജ്യത്തിന് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തെ പോലെ സംരംഭക സൗഹൃദമായ ഒരു സംസ്ഥാനത്ത് നിരവധി പേരാണ് സംരംഭകരായി ഉള്ളത്. ഇനിയും ഈ രംഗത്തേക്ക് കടന്നുവരാൻ യുവജനങ്ങൾക്ക് പ്രചോദനമാവുകയാണ് ശ്രീലക്ഷ്മിയെ പോലുള്ളവരുടെ നേട്ടം. പ്രകൃതിയോടുള്ള 40 വർഷം നീണ്ട പ്രതിബദ്ധതയുടെ ഫലമായി വനഭൂമി നിർമ്മിച്ച തെലങ്കാനയിലെ ഒരു ഗ്രാമത്തിലെ മനുഷ്യനെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ അടുത്തത്. തനിക്ക് പാരമ്പര്യമായി കിട്ടിയ ഭൂമിയിൽ 70 ഏക്കർ വിസ്തൃതിയുള്ള വനമാണ് ഇദ്ദേഹം സൃഷ്ടിച്ചെടുത്തത്. 5 കോടിയിലേറെ വൃക്ഷങ്ങളും 13 കുളങ്ങളുമുള്ള വനം. താമരയും മീനും തവളയും ആമയും അങ്ങനെ ജൈവ വൈവിധ്യമുള്ള കുളങ്ങൾ. ദുർശല സത്യനാരായണ എന്ന മനുഷ്യൻ പ്രകൃതിക്കായി തന്നെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. 4 വയസ്സ് മുതൽ ആരംഭിച്ച തനിക്ക് ചുറ്റുമുള്ള ജൈവ വൈവിധ്യവുമായുള്ള ബന്ധം വിശാലമായ വനഭൂമി ഒറ്റയ്ക്ക് നിർമ്മിച്ചതിൽ എത്തിയിരിക്കുന്നു. പല വിദൂര സ്ഥലങ്ങളും സന്ദർശിച്ച് വനവൃക്ഷങ്ങളുടെ വിത്തുകൾ ശേഖരിച്ചു. മഴവെള്ളം സംഭരിച്ച് അവയ്ക്ക് ജലസേചന സൗകര്യമൊരുക്കി. നിലവിൽ ലക്ഷക്കണക്കിന് ഫലവൃക്ഷങ്ങൾക്കൊപ്പം 100 കണക്കിനിനം പക്ഷികൾ, നിരവധി ജന്തുജാലങ്ങൾ തുടങ്ങിയവയുടെ ആവാസ കേന്ദ്രവും അഭയകേന്ദ്രവുമാണ് ഈ വനഭൂമി. വൃക്ഷങ്ങളിലെ ഫലങ്ങൾ പുറത്തു വിൽക്കാറില്ല. അവ അവിടുത്തെ താമസക്കാരായ ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ളവയാണെന്ന് സത്യനാരായണ പറയുന്നു. റിയൽ എസ്റ്റേറ്റ് ഉടമകൾ വലിയൊരു തുക വാഗ്ദാനം ചെയ്തിട്ടും വഴങ്ങാതെ വനം സംരക്ഷിച്ചു വരികയാണ് ഇദ്ദേഹം. ഇത് സ്വത്തല്ല, ഒരു ആവശ്യമാണ്, ഭൂമിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്റെ മക്കൾക്ക് പോലും ഈ വനഭൂമിയിൽ അവകാശമില്ലെന്നാണ് സത്യനാരായണ പറയുന്നത്. ഇത്തരം നിസ്വാർത്ഥരായ മനുഷ്യർ അപൂർവങ്ങളിൽ അപൂർവമാണ്. ജീവിതയാത്രയിൽ വിധി പലകുറി തളർത്താൻ ശ്രമിച്ചിട്ടും തോറ്റു പിന്മാറാൻ തയ്യാറാകാത്ത ധാരാളം പേരെ നല്ല വാർത്തയിലൂടെ ശ്രോതാക്കൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി അനിക്കുട്ടൻ. പരിമിതികളെ ദൃഢനിശ്ചയം കൊണ്ട് കീഴടക്കിയ മനുഷ്യൻ. വർഷങ്ങളായുള്ള കാഴ്ച പരിമിതിയിലും കൈവിരലുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന മനുഷ്യൻ. തകരാറിലായ ഗൃഹോപകരണങ്ങൾ ഏതായാലും ഈ ടെക്നീഷ്യൻ ഒന്ന് തൊട്ടാൽ പുതുജീവൻ കൈവരും. പല വലിയ റെസ്റ്റോറന്റുകളിലും കുക്കായി ജോലി ചെയ്തിട്ടുണ്ട് അനിക്കുട്ടൻ. കെട്ടിടം പണി അറിയാം. ഇപ്പോഴിതാ ടെക്നീഷ്യനായി ശോഭിക്കുന്നു. തന്റെ ജീവിതയാത്രയെക്കുറിച്ച് ശ്രീ അനിക്കുട്ടൻ നല്ല വാർത്തയോട്. ഏഷ്യൻ റബ്ബർ ചെയ്തിട്ട് എഞ്ചിനീയർ സംഘടന ഒരു മെമ്പർ കൂടിയാണ് ഞാൻ. 2016-17 തോന്നുന്നു ഏറ്റവും നല്ല ടെക്നീഷ്യനായിട്ടുള്ള ഒരു അവാർഡും ഗവൺമെന്റ് തന്നെ സഹായിച്ച ഒരു കേസ് അവാർഡൊക്കെ തന്നിട്ടുണ്ട്. അവര് സെക്യൂരിറ്റിക്കുള്ള കാര്യങ്ങളൊക്കെ ഈ കണ്ണിന്റെ കാഴ്ചയില്ലായെങ്കിലും ചെയ്യുന്നുണ്ട് ഞാൻ. കാരണം നേരത്തെ അത് ഇലക്ട്രോണിക്സുമായിട്ട് ചെറിയ ബന്ധമുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില പണികളൊക്കെ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, മിക്സി, അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് പരമായ ഗൃഹോപകരണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കും റിപ്പയർ ചെയ്യുകയും സെക്കൻഡ് അത്യാവശ്യം ആരെങ്കിലും ചോദിക്കുന്നതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 14 വർഷമായിട്ട് ഇവിടെ വർക്കുണ്ട് എനിക്ക്. ഇപ്പം എനിക്കിപ്പോൾ 51 വയസ്സായതുകൊണ്ട് ഫാബ്രിക്കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യവൃത്തികൾ എന്തെങ്കിലും നമുക്ക് കിട്ടും, അത്രയുള്ള സഹോദരിമാരുടെ ഭാഗം കഴിഞ്ഞ് അനിയന്മാരൊക്കെ അവർ വളർന്ന് അനിയൻ 11 വർഷം നഷ്ടത്തിലായിരുന്നു. ഞാൻ അമ്മയെ മാത്രമാണ് ഇപ്പോൾ കുടുംബത്തിലുള്ളത്. ഇപ്പോൾ ഉള്ള ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഫീൽഡ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ്. ഇതുമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് എൻ്റെ ഭാവിയുടെ ആഗ്രഹം. സർവ്വകൃപായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നത്. എന്നോട് ചേർന്ന് സഹകരിച്ച വീട്ടുകാർ, കൂട്ടുകാർ അനേകരുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നത്. ആത്മവിശ്വാസം, ദൃഢനിശ്ചയം ഇവയൊക്കെ കൈമുതലായി ഉള്ളതുകൊണ്ടാണ് അനിക്കുട്ടൻ മുന്നോട്ട് പോകുന്നത്. അനിക്കുട്ടന്റെ കഥ വിജയകരമായി തന്നെ തുടരട്ടെ. ഐസ്ക്രീം പ്രേമികളായ ട്രെയിൻ യാത്രക്കാർക്ക് സന്തോഷ വാർത്ത.
റെയിൽവേ സ്റ്റേഷനുകളിൽ ഇനി ചായ, കാപ്പി, വട എന്നിവയ്ക്ക് പുറമെ ഐസ്ക്രീമും. അതെ, റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രത്യേക ഐസ്ക്രീം പാർലറുകൾ വരുന്നു. പ്രമുഖ ബ്രാൻഡിന്റെ ആദ്യ പാർലർ ദക്ഷിണ റെയിൽവേ പാലക്കാട് സ്റ്റേഷനിൽ ഉടൻ ആരംഭിക്കും. താമസിയാതെ മറ്റു സ്റ്റേഷനുകളിലും ഇവ ആരംഭിക്കും. കുട്ടികൾക്കും എണ്ണപ്പലഹാരങ്ങൾ താല്പര്യമില്ലാത്തവർക്കും ഇനി ഐസ്ക്രീം നുണഞ്ഞ് ചില്ലായി ട്രെയിൻ യാത്ര ആസ്വദിക്കാം. ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു ഉദാഹരണം ഇതാ. 1.5 വയസ്സിൽ പോളിയോ ബാധിച്ച കണ്ണൂർ ചെറുപുഴ സ്വദേശിനി കവിത. പാട്ടും ചിത്രരചനയും വളരെയധികം ഇഷ്ടമാണ്. കുടുംബത്തിന്റെ പ്രോത്സാഹനവും കവിതയ്ക്ക് പ്രചോദനം നൽകി. കൈകാലുകൾക്ക് ചലനശേഷിയില്ലാത്തതിനാൽ ബ്രഷ് കടിച്ചു പിടിച്ചുകൊണ്ടാണ് പെയിന്റിംഗ്. അങ്ങനെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൗത്ത് പെയിന്റിംഗ് അസോസിയേഷൻ അംഗത്വം കവിതയെ തേടിയെത്തി. ശാരീരിക പരിമിതികളുള്ളവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഫ്ലൈ എന്ന സംഘടനയിൽ പരിചയപ്പെട്ട ബിജുവിനെ ജീവിത പങ്കാളിയാക്കി. ഇരുവർക്കും ശാരീരിക പരിമിതികളുണ്ടെങ്കിലും അതൊക്കെ മറികടന്ന് ഇരുവരുടെയും ജീവിതം വിജയകരമായി മുന്നോട്ടു പോകുന്നു. പരിശ്രമത്തിലൂടെ തന്റെ പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചതായും തനിക്ക് ഇനിയും ഒരുപാട് നേടാനുണ്ടെന്നും കവിത പറയുന്നു. ചുണ്ടിൽ ബ്രഷ് കടിച്ചു പിടിച്ച് വരക്കാൻ അമ്മയാണ് എനിക്ക് പ്രോത്സാഹനം തന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് ചിത്രങ്ങൾ എനിക്ക് വരക്കാൻ സാധിച്ചു. ഫ്ലൈയിലെ സംഘടനയിലെ ആൾക്കാരാണ് നമ്മളുടെ കഴിവ് കണ്ടുപിടിച്ച് ഫ്ലൈ മ്യൂസിക് എന്നൊരു ഗാനമേള ട്രൂപ്പ് രൂപീകരിച്ചു തരികയും 85ഓളം സ്റ്റേജുകളിൽ പല ജില്ലകളിലും പോയി ഗാനമേള അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. ഫ്ലൈയിലെ സംഘടന ക്യാമ്പിൽ വെച്ചാണ് എനിക്ക് ബിജുവേട്ടനെ എനിക്ക് കിട്ടിയതും. ഒരുപാട് നെഗറ്റീവുകളൊക്കെ നമ്മുടെ കല്യാണ സമയത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. കാരണം രണ്ടുപേരും ഭിന്നശേഷിക്കാരെങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും. പക്ഷെ കേട്ട നെഗറ്റീവുകളൊക്കെ നമ്മൾ പോസിറ്റീവായി എടുത്തുകൊണ്ട് നോർമലായി കല്യാണം കഴിച്ച് ജീവിക്കുന്നേക്കാൾ അടിപൊളിയായിട്ടാണ് ഞാൻ ബിജുവേട്ടനും കഴിയുന്നത്. നമ്മളുടെ ജീവിതം കണ്ടിട്ട് എല്ലാവരും പറയാറുണ്ട്, നിങ്ങളെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയാവണമെന്ന്. സ്കൂളുകളിലും NSS ക്യാമ്പുകളിലൊക്കെ നമ്മളെ മോട്ടിവേഷൻ ഇതിനൊക്കെ ആയിട്ടും വിളിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യങ്ങളാണ്. വീട്ടിലിരുന്നാണ് ഞാൻ പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹങ്ങളും എനിക്ക് അങ്ങനെ സാധിച്ചു. എന്തായാലും ജീവിതം ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സാധിച്ചെടുക്കണം. കുന്നിമണി ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്നാ തോഴൻ എന്നെ ഓർത്തു പാടും പോലെ. എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും ജീവിതത്തെ സന്തോഷത്തോടെ നേരിടുന്നവരുണ്ട്. കവിതയും അങ്ങനെ ഒരു വ്യക്തിയാണ്. വെല്ലുവിളികളെ സന്തോഷത്തോടെ നേരിടുമ്പോൾ ജീവിതവും സന്തോഷം നിറഞ്ഞതായി തീരും. മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടാനും സാധിക്കും. അഹമ്മദാബാദിലെ ഹൃദിമ പട്ടേൽ എന്ന 4 വയസ്സുള്ള കൊച്ചുമിടുക്കിയെക്കുറിച്ചാണ് നല്ല വാർത്തയിൽ ഇനി. പാമ്പ്, ആമ, മുയൽ തുടങ്ങിയ മൃഗങ്ങളാണ് ഇവളുടെ കൂട്ടുകാർ. ഇവരോടൊത്ത് കളിക്കുകയല്ല, മറിച്ച് ഇവയെ സംരക്ഷിച്ചെടുത്ത് തിരികെ താവളങ്ങളിലേക്ക് കൊണ്ടുവിടുകയാണ് ഹൃദിമ ചെയ്യുന്നത്. 1.5 വയസ്സിൽ അമ്മ ജൂഹിയോടൊപ്പം ട്രക്കിങ്ങിന് പോയത് മുതലാണ് പ്രകൃതിയിലെ ജീവജാലങ്ങളോട് ഭയമില്ലാതെ ഇടപെടുന്ന കൊച്ചു ഹൃദിമയെ അമ്മ തിരിച്ചറിയുന്നത്. തുടർന്ന് ആ അമ്മ മകളെ വിലക്കാതെ ജീവജാലങ്ങളോട് ഇടപഴകാൻ അനുവദിച്ചു. നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന അനിമൽ റെസ്ക്യൂ സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ് ഹൃദിമ. കുഞ്ഞു കൈകളും വിശാല ഹൃദയവുമുള്ള ഈ കൊച്ചുമിടുക്കി ജീവജാലങ്ങളെ ഭീഷണിയായല്ല, കൂട്ടുകാരായും പരിചരണം വേണ്ടവരായുമാണ് കരുതുന്നത്. ഹൃദിമയുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ മൃഗങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഹൃദിമ ജീവജാലങ്ങളെ ചേർത്ത് നിർത്തുകയാണ്, പരിചരിക്കുകയാണ്. ഹൃദിമ എന്ന കൊച്ചു ധൈര്യശാലി ഒരു വിസ്മയം തന്നെ. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.